ഹലോ എവ്രിവൺ. ഇന്ന് പലരും വന്ന് കംപ്ലൈന്റ് പറയുന്ന ഒന്നാണ് അസിഡിറ്റി ഉണ്ടാവുന്നു, പുളിച്ചു തേട്ടുക, കുത്തി കുത്തിയുള്ള ചുമ ഉണ്ടാവുന്നു എന്നൊക്കെ. എന്താണ് ഇതിന്റെ കാരണം? മെഡിക്കലി നമ്മൾ ഇതിനെ ജേർഡ് എന്ന അസുഖവുമായി പറയാം. ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ റിഫ്ലക്സ് ഡിസീസ്. എങ്ങനെയാണ് ഈ ജേർഡ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആദ്യം വായിലൂടെ അന്നനാളത്തിൽ അഥവാ ഈസോഫാഗസിലെത്തി അതിനുശേഷമാണ് വയറിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നനാളത്തിൽ എത്തിയിട്ട് വയറിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ അവിടെ ഒരു റബ്ബർ ബാൻഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ ലോവർ ഈസോഫാഗൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈസോഫാഗസിലൂടെ ആ സ്ഫിങ്ക്റ്ററിൽ തട്ടുമ്പോൾ അത് തുറന്ന് വയറിലേക്ക് എത്തുന്നു. ഭക്ഷണം എത്തിക്കഴിഞ്ഞ ഉടനെ അത് ക്ലോസ് ആവുന്നു. എന്തിനാണിത്? നമ്മളെ വയറ്റില് ആസിഡ് ഉണ്ട്, നമുക്കറിയാം. അതുപോലെ വയറിലെത്തുന്ന ഭക്ഷണവും തിരിച്ച് വായിലേക്ക് വരാതിരിക്കാനാണ് ഇങ്ങനെ ഒരു മെക്കാനിസം. അപ്പോൾ ഈ ലോവർ ഈസോഫാഗൽ സ്ഫിങ്ക്റ്ററിന് എന്തെങ്കിലും ലൂസ്നെസ് ഉണ്ടാവാം. അത് സ്ട്രോങ് അല്ലാതിരിക്കുമ്പോഴാണ് ഈ ജേർഡ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പലരും നമ്മളടുത്ത് വന്നിട്ട് പറയും നെഞ്ചരിച്ചിലാണ്, അതുപോലെ തൊണ്ടയിൽ കുത്തി കുത്തിയുള്ള ചുമ ഉണ്ടാവുന്നു. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വായിൽ പുളിപ്പ് രസം വരുന്നു. രാവിലെ ബ്രഷ് ചെയ്യുന്ന സമയത്തും അതുപോലെ വായിലേക്ക് ഒരു പുളിപ്പ് വരുന്നു, ഛർദില് വരുന്നു. ഇതൊക്കെയാണ് ഇവരുടെ കംപ്ലൈൻസ് ആയിട്ട് കാണപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ ജേർഡ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. വയറ് നിറയെ ഭക്ഷണം കഴിക്കുക. വയറ് നിറയെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് പറ്റും? ഈ സ്ഫിങ്ക്റ്റർ ലൂസ് ആവുന്നു. അപ്പം വയറ്റിലുള്ള ഭക്ഷണങ്ങളും ആസിഡും വായിലേക്ക് വരുന്നു. അങ്ങനെ നമുക്ക് ഈ പുളിച്ചു തീട്ടലും നെഞ്ചരിച്ചിലും തൊണ്ട ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഒന്നാണ് ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ ടീ, പെപ്സി, കോഫി പോലെയുള്ള കഫീനേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നത്. ഇതൊക്കെ ലോവർ ഈസോഫേഗൽ സ്ഫിങ്ക്റ്ററിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. ഇതിനു പകരം നമുക്ക് ഹെർബൽ ടീസ് ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തതാണ് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്നത്. പലർക്കുമുള്ള ശീലമാണ് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പൊസിഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഇതിന് ഇറിറ്റേഷൻ വന്നിട്ട് അങ്ങനെയും ലൂസ് ആവുന്നു. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രം കിടക്കുക. കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ തല അല്പം ഉയർത്തിയ രീതിയിൽ വെച്ചിട്ട് കിടക്കാൻ ശ്രമിക്കുക. പിന്നെയുള്ള ഒരു കാരണമായിട്ട് പറയുന്നതാണ് ഡിലേഡ് ഗ്യാസ്ട്രിക് എംപ്റ്റിങ്. എന്താണിത്? ഡയബറ്റീസ് ഒക്കെയുള്ള പേഷ്യൻസിന് നമ്മളുടെ ഭക്ഷണം വയറിലെത്തി ഒരു നിശ്ചിത സമയത്തിന് ശേഷം അത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടലിലേക്ക് പോകുന്നതാണ്. എന്നാൽ ഡയബറ്റീസ് ഒക്കെയുള്ള പേഷ്യൻസിന് ഇത് ഡിലേഡ് ആവും. കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ചെറുകുടലിലേക്ക് പോകുന്നുള്ളൂ. ആ സമയത്ത് ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സ്ഫിങ്ക്റ്ററിനെ ഡിസ്റ്റർബ് ചെയ്തിട്ട് മേലോട്ടേക്ക് ഭക്ഷണം വരും. അപ്പൊ അതും ഇതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. പിന്നെ വളരെ വയറിൽ പൊണ്ണത്തടിയുള്ളവര്, പ്രഗ്നൻസി സ്റ്റേറ്റിലൊക്കെ നമുക്ക് ഈ ജേർഡ് വളരെ കോമൺ ആയിട്ട് തന്നെ കാണാവുന്നതാണ്. എന്താണ് കാരണം എന്ന് പോലും അറിയാതെ പലരും വയറിൽ എരിച്ചിലുണ്ടാവും, ആസിഡിറ്റി ഒക്കെ ഉണ്ടാവും, പെട്ടെന്ന് എടുത്തൊരു ആന്റാസിഡ് കഴിക്കുന്നത്. അപ്പം ഇതായിരിക്കും ഇതിന്റെ കാരണം. ആയുർവേദത്തിൽ ഇതിന് ഫലപ്രദമായ ചികിത്സ ഉണ്ട്. വയറിനെ ശുദ്ധീകരിച്ച ശേഷം ഇതിന്റെ ചികിത്സ ആയുർവേദത്തിൽ മെഡിസിൻ ആയിട്ടും തെറാപ്പികളായിട്ടും ഒക്കെ ലഭ്യമാണ്.